മുറ്റത്തേക്ക് വന്ന പോലീസ് ജീപ്പ് കണ്ടതും കുട്ടി കുറുമ്പി ഓടി വന്നു. ഒരു 3 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന കുറുമ്പി പെണ്ണ്. മുടി മുകളിലേക്കെടുത്ത് ഇരുവശങ്ങളിലേക്കാക്കി പൊക്കി കെട്ടിയിട്ടുണ്ട്. ഉണ്ടക്കണ്ണ് നിറയെ കരിമഷി കൊണ്ട് കണ്ണെഴുതിയിട്ടുണ്ട്. അവ പലയിടത്തായി പരന്നിട്ടുമുണ്ട്. കുട്ടി ഉടുപ്പിട്ടവൾ ഓടി വന്നു. ജീപ്പിൽ നിന്നിറങ്ങിയ ആളെ കാണുകെ ആ കണ്ണുകൾ വിടർന്നു. അച്ഛേ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെന്നവന്റെ കാലിൽ പിടിച്ചു. ജീപ്പിൽ നിന്ന് 30-നോടത്ത് പ്രായം തോന്നിക്കുന്നയാൾ ഇറങ്ങി വന്നു. തൊപ്പിയൂരി കയ്യിൽ വെച്ചുകൊണ്ടവൻ കുഞ്ഞിപ്പെണ്ണിനെ പൊക്കിയെടുത്ത് വായുവിൽ കറക്കി. കൈകൊട്ടി ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവിടെ വയറിൽ മൂക്കിട്ടുരസിയപ്പോൾ കുറുമ്പി വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. അവരുടെ കളിച്ചിരികൾ മാത്രം അവിടെ ഉയർന്നു കേട്ടു. അച്ഛയുടെ ചുന്ദരിമണി എന്തെടുക്കായിരുന്നു ഇവിടെ? ഞാൻ കളിച്ചാ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞവന്റെ മാറിൽ ചാഞ്ഞു. ലക്ഷ്മി അമ്മയുടെ അതിനുത്തരമായി അടുക്കളയിലേക്ക് ചൂണ്ടിക്കാണിച്ചവൾ ഇരുവരും അടുക്കളയിലേക്ക് നടന്നു. അലി അടുക്കളയിൽ നിന്ന് അപ്പോഴേക്ക് വിളി വന്നു. കുറുമ്പി അവന്റെ ചുണ്ടിൽ വിരൽ വെച്ച് എന്ന ആംഗ്യം കാണിച്ചു. അവന്റെ തൊപ്പി വാങ്ങി തലയിൽ വെച്ച് താഴേക്ക് ഊർന്നിറങ്ങിയ അല്ലിപ്പെണ്ണ്. അടുക്കളയിൽ 60-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന സ്ത്രീ. മുണ്ടും വേഷ്ടിയുമാണ് വേഷം. അവരൊരു വലിയ കപ്പിലേക്ക് ബൂസ്റ്റ് ഒഴിച്ച് അല്പം മധുരം കൂടി ചേർത്ത് ഇളക്കിയായിരുന്നു. ശബ്ദം കേട്ടതും ഇരുകൈയും പൊക്കി അവർ പേടിച്ചു പോലെ മുഖം മാറ്റി. അത് കണ്ടപ്പോഴേക്ക് വലിയ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. പറ്റിച്ചേ അല്ലൂസി ലക്ഷ്മി അച്ഛമ്മേനെ പറ്റിച്ചേ കൈകൊട്ടി അവൾ അവിടെ വട്ടം വെച്ച് നടന്നു. കാശി പിന്നിൽ നിന്ന് കേട്ട ശബ്ദം. കാശി തിരിഞ്ഞു. കുഞ്ഞിപ്പെണ്ണ്. കാശി ലക്ഷ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്കായി ഓടി ആ സാരിയിൽ പിടിച്ചു നിന്നു. 28-നോടടുത്ത് പ്രായം തോന്നിക്കുന്നവൾ. ഇളർ റോസ് കളർ സാരിയാണ് വേഷം. മുടി പരത്തിയിട്ടിരിക്കുകയാണ്. കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും അവളിലെ ഭംഗി കൂട്ടി. കാശി പോയി കുളിച്ചിട്ടോ മോളെ, ഞാൻ നോക്കാം. അത്രയും കാശിയോടായി പറഞ്ഞ് അവൾ മോളുടെ അടുത്തേക്ക് തിരിഞ്ഞു. വാടകണ്ണ നമുക്ക് ബൂസ്റ്റ് അടിക്കാം കേട്ടോ. ലച്ചു മോളെ എടുത്തപ്പോഴേക്കും ലക്ഷ്മി അമ്മ ബൂസ്റ്റ് ഒരു കപ്പിലാക്കി കൊണ്ടുവന്നു. ലച്ചു അത് മെല്ലെ മോളുടെ ചുണ്ടോട് അടുപ്പിച്ച് കുടിക്കാൻ കൊടുത്തു. കാശി നേരെ മുകളിലെ മുറിയിലേക്ക് പോയി വേഷം മാറി കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞു വന്ന് കാശി ഭക്ഷണം കഴിക്കാനിരുന്നു. ലച്ചുവും മോൾ അവന്റെ അടുത്ത് തന്നെ ഇരുന്നു. അച്ഛേ നമുക്ക് തമ്പായിന്റെ അടുത്ത് പോണ്ടേ, അവിടെ ഉത്സവല്ലേ? 2 കൈയും വിടർത്തിയുള്ള അവളുടെ ചോദ്യത്തിൽ കാശി പുഞ്ചിരിയോടെ മറുപടി നൽകി. പോലോ, അലൂസ് വേറെ റെഡിയാവാ. അച്ഛൻ വേറെ റെഡിയാവട്ടെ കേട്ടോ. ഡൺ എന്ന് തള്ളവിരൽ പൊക്കി കാട്ടിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അകത്തേക്ക് ഓടി. പുറകെ ലച്ചു. 3 വർഷത്തിനിപ്പുറം കാശി ആളാകെ മാറി. സ്ഥലത്തെ സിറ്റി പോലീസ് കമ്മീഷണറാണ് കാശി. പണ്ടേയുള്ള ജോലി പല കാരണങ്ങളാൽ അവനെ നിർത്തുകയായിരുന്നു. ഇന്നത് വീണ്ടും തുടർന്നു. ആ കുഞ്ഞിപ്പെണ്ണ് അലങ്കൃത കാശിനാഥൻ, കാശിയുടെ സന്താനം. 3 വയസ്സ് മാത്രം. ലക്ഷ്മി അമ്മ കാശിയുടെ വീട്ടിലെ ജോലിക്കാരിയാണ്. എന്നാൽ ഇന്ന് അവൻ അവർ അമ്മ തന്നെയാണ്. ഇതിരാ ലക്ഷ്മിയമ്മേ? ഒരു നീല പട്ടുപാവട എടുത്തു പൊക്കി അല്ലി ചോദിച്ചും ലച്ചു സമ്മതം മൂളി. പാവാട ഉടുപ്പിച്ച് മുടി കെട്ടിയൊരുക്കി നിർത്തി ലച്ചു അവളെ. കാശിക്ക് വേണ്ടി നീല കളർ ഷർട്ടും സ്വർണ്ണ കസവുകരമുണ്ട് അവൾ എടുത്തു വെച്ചു. കൂടെ ഒരു നീല സാരിയും. ലച്ചുവും മാറ്റി മോളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. കാശി കൂടി റെഡിയായതും മൂവരും കൂടി ഇറങ്ങി. കാശി പോർച്ചിലുള്ള ജീപ്പ് എടുത്തു. കൂടെ ലക്ഷ്മിയമ്മയുമുണ്ട്. കുറുമ്പി നല്ല ഉത്സാഹത്തിലാണ്. ലച്ചുവും മോളും മുന്നിൽ കയറിയിരുന്നു. ലക്ഷ്മിയമ്മ പുറകിലും. പെട്ടെന്നായിരുന്നു ലച്ചുവിന്റെ ഫോൺ അടിച്ചത്. അവളത് കാതോരം ചേർത്തു. ഞങ്ങൾ ഇറങ്ങി, അങ്ങോട്ട് വരൂലേ? ഒരുമിച്ച് പോവാം. അത്രയും പറഞ്ഞവൾ കോള് കട്ടാക്കി. കാശി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു. അമ്പലത്തിലെത്തിയതും മൂവരും തൊഴുതു. കാശി ചെണ്ടകുട്ടിന്റെ അടുത്തേക്ക് നടന്നു. മൂവരും അവൻ അനുഗമിച്ചു. അവർ മൂവരും ഇറങ്ങിയ നിമിഷങ്ങൾക്കകം ഒരു വെള്ളക്കാർ മനക്കൽ തറവാട്ടിലേക്ക് കയറി. ബാക്ക് സീറ്റിൽ നിന്നൊരു യുവതി ഇറങ്ങി വന്നു. ഒരു കോട്ടൺ സാരിയാണ് വേഷം. നെറ്റിയിലെ ഒരു കുഞ്ഞുപുട്ടും ചന്ദനക്കുറിയും കഴുത്തിലൊരു സ്വർണത്തിന്റെ മാല മാത്രം വസ്ത്രത്തിനുള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട്. അധികം ആഡംബരം തോന്നിക്കാത്ത വിധമുള്ള വസ്ത്രധാരണമായിരുന്നു അവരുടെ. വിവേക്, താൻ പോയിക്കോളൂ. ഇനി ഇന്ന് എന്താവശ്യം വന്നാലും ഞാനില്ല എന്ന് പറഞ്ഞോളൂ. ഞാൻ അല്പം തിരക്കിലായിരിക്കും. ഓക്കെ മേഡം, ലെറ്റ്സ് മീറ്റ് ടുമോറോ. അവർ സ്പെയർ കീ ഉപയോഗിച്ച് അകത്തേക്ക് കയറി. ഫയൽ റൂമിലെ ഡ്രോയറിൽ വെച്ച് അവർ കുളിക്കാൻ കയറി. ശേഷം വസ്ത്രം മാറ്റി വാതിൽ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. പതിയെ ഇടവഴിയിലൂടെ നടന്ന് ആൾത്തിരക്കിലേക്ക് അവരെത്തി. പാദരക്ഷകൾ അഴിച്ച് അവർ ക്ഷേത്ര നടയിലേക്ക് നടന്നു. ഭഗവാനെ കണ്ട് തൊഴുത് അവർ ക്ഷേത്രത്തിൽ വലം വെച്ചു. ചെണ്ടകൊട്ട് കേൾക്കുന്നിടത്തേക്ക് അവർ തന്റെ കാലടികൾ വെച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ അവൾ കണ്ടു ചെണ്ട കൊട്ടുന്നവർക്കൊപ്പം നിന്ന കാശിനാഥനെ. കണ്ണിമ വെട്ടാതെ അവൾ അവനെ നോക്കി നിന്നു. കളക്ടറെ, മോളെപ്പോ വന്നു? ഞാനിപ്പോ വന്നേയുള്ളൂ രാധേശി. കണ്ടില്ലേ, കാശിയെന്ന് കൊട്ടണേ, അവസാന ദിവസല്ലേ? അല്ല, അല്ലി എവിടെ? അവൾ ലച്ചുവിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ വന്നപ്പോ കണ്ടില്ല. കാശിയുടെ കൊട്ടേണ്ട് നിൽക്കുന്നുണ്ടാവും. മോളെ, ലക്ഷ്മിയമ്മേ വാ, അങ്ങോട്ട് പോവാം. അവിടെ ലച്ചുവും മോളും ഉണ്ട്. തലയാട്ടിക്കൊണ്ടവൾ അവരുടെ കൂടെ നടന്നു. ലച്ചുവിനരികിലെത്തിയപ്പോൾ കണ്ടു ജീവന്റെ കയ്യിലിരുന്ന് കാശിയുടെ കൊട്ടിനത്ത് തുള്ളുന്ന അല്ലിയെ.
അവളെ കണ്ടതും അല്ലി ജീവന്റെ കയ്യിൽ നിന്ന് ചാടി. അമ്മേ! അവൾ കുഞ്ഞിനെ കൈകളിലെടുത്തു നെറുകയിലൊരു മുത്തം നൽകി. അല്ലിയും തിരിച്ചവൾക്കൊരു മുത്തം നൽകി. കൊട്ടുകഴിഞ്ഞ് കാശി അവർക്കരികിലെത്തി. അല്ലി കാശിയുടെ കവളിൽ 100 മുത്തം നൽകി. കാശി അവളെ തന്നോട് ചേർത്ത് നിർത്തി. എന്തുപറ്റി കാശിനാഥൻ, ക്ഷീണിച്ചോ? അവൾ അവനോടായി ചോദിച്ചു. കാശി അവളുടെ ചെവിക്കരികിൽ തന്റെ അധരങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ഒരിക്കലുമില്ല, നീ ഉള്ളപ്പോൾ ഞാൻ ഡബിൾ സ്ട്രോങ് അല്ലേ. അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് കാശിയെ നോക്കി. ഒരു പൂച്ചച്ചിരി ചുണ്ടിൽ വിരിഞ്ഞു. കാശിയുടെ മനമൊന്ന് നൊന്തു. ഈ അവഗണന എന്ന് തീരും? കാശി മനസ്സിൽ അതുമാത്രം ആലോചിച്ചു. ജീവൻ ലച്ചുവിനെ കൂട്ടി യാത്രയായി. മൂവര് അമ്പലപ്പറമ്പിലൂടെ കറങ്ങി നടന്നു. അല്ലിക്ക് വേണ്ടി കാശി പലതും വാങ്ങി തിരികെ വീട്ടിലേക്ക് യാത്രയായി. എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു. മോളപ്പോഴേക്ക് ഉറക്കം പിടിച്ചിരുന്നു. ചെന്നപാടെ കിടക്കൽ കിടത്തിയതും ആള് ചീണങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. ഉറക്കത്തിൽ അല്ലി എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ജാനുവിന് അത് കൃത്യമായി ശ്രവിച്ചെടുക്കാൻ സാധിച്ചില്ല. ഇരുവശവും തലയിണ വെച്ച് വന്നപ്പോഴാണ് പുറത്തുനിന്നെന്തോ ശബ്ദം കേട്ടത്. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയതും കണ്ടു ആരോടോ ഫോണിൽ കാര്യമായി സംസാരിക്കുന്ന കാശിയെ. ഒന്ന് ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് തള്ളിയോടുന്ന രണ്ടുപേരെ കണ്ടത്. ലച്ചുവും ജീവൻ എന്ന ജീവും. ലച്ചുവിന്റെ ഭർത്താവ് ജീവൻ ബിസിനസ്സാണ് അമേരിക്കയിൽ. അവിടെ നിന്നും കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിഞ്ഞു. കാശി തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്തിയത്. ജീവ് ഒരു അനാഥനാണ്. ഇപ്പൊ ഇതാണ് രണ്ടിനും പണി, തമ്മിൽ തല്ലുകൂടുക. ജാനുമേലെ താഴേക്ക് ചെന്നു. മുറിയിൽ നിന്ന് സംഭാഷണം കേൾക്കാം. എടി, ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് കാര്യമായിട്ട് ആലോചിക്കുക, നല്ലതല്ലേ? അല്ല. എടി ദുഷ്ടേ, നിനക്ക് എന്നോട് ഒരു ഇറ്റ് സ്നേഹം പോലും ഇല്ലല്ലേ? ഇല്ല. എനിക്കറിയാം നിന്റെ മനസ്സിലെന്താണെന്ന്. അല്ലിയല്ലേ? അവൾ നമ്മുടെ മകളല്ല, കാശിനാഥന്റെയും ജാനകിയുടെയും മകളാ. നമുക്കൊരു കുട്ടി ഉണ്ടാകുന്നതുകൊണ്ട് എന്താണ് നിനക്ക് പ്രശ്നം? സ്റ്റോപ്പ് ഇറ്റ് ജീവ്. എനിക്ക് നീ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ എത്തിയ ശേഷം നമുക്കൊരു ജീവിതം തുടങ്ങാം. അതിനി അത്ര കാലതാമസമൊന്നുമില്ല. ജസ്റ്റ് എ ഫ്യൂ മന്ത്സ്. ജീവന് അത്ര പോലും കാത്തിരിക്കാൻ വയ്യേ? നോ വേ, എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ. ഞാനിങ്ങനെ ഇരുന്ന് കന്യകനായി പോയിടി. നിനക്ക് എന്നെ പറ്റിയൊരു വിചാരമില്ല. എനിക്കും ആഗ്രഹമുണ്ട് അല്ലിയെപ്പോലൊരു കുട്ടിക്കുറുമ്പി വേണമെന്ന്. പ്ലീസ് ലച്ചു, ഐ ആം ബെഗിങ്. ഈ ജീവനും ലച്ചുവിനും വേണ്ടേ നമ്മുടെ പ്രണയ സാഫല്യത്തിനൊരു അടയാളം? അറിയാം നിനക്ക് എന്നിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹമുണ്ടെന്ന്. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിനക്കറിയാലോ. മറ്റാരെക്കാളും നന്നായിട്ട് കാശിയും ജാനും ഒന്നിക്കണം. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരണം. അതൊന്നിനു വേണ്ടി മാത്രം ഞാൻ ഇവിടേക്ക് വന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദീർഘമായി നിശ്വസിച്ചു. നിനക്ക് തോന്നുന്നുണ്ടോ അവരിനി ഒന്നിക്കുന്നു? അല്ലിക്ക് വേണ്ടി മാത്രം അവരിങ്ങനെ ജീവിക്കുന്ന തന്നെ. കാശി വന്നാലും ജാനു ഇനി ഒന്നിനും തയ്യാറാവില്ല. അത്രയ്ക്ക് മുറിവേറ്റുണ്ട് ആ പാവത്തിന്. ഒന്നിക്കും. അവൻ തന്നെ അവളുടെ മുറിവുകൾ ഉണക്കും, എനിക്ക് ഉറപ്പാ. അപ്പോഴേക്കും ജീവ അവളെ തന്നോട് ചേർത്തു. അവരൊന്നിച്ചോളും, ഇപ്പം നമുക്കൊന്നിക്കാം പാടി. ജീവ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. കൂടെ അവനും ചാടി അവളുടെ മുകളിലേക്ക് അമർന്നു. ലച്ചു പകപ്പോടെ അവനെ നോക്കി. അവൻ അവൾക്ക് കണ്ണു ചിമ്മി കാണിച്ചു. പുറമേ നിന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ജാനുവിനെ 2 ബലിഷ്ഠമായ കൈകൾ വന്ന് പൊക്കിയെടുത്തു. വായ പൊത്തിവെച്ചതിനാൽ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല. മുറിയിലെത്തിയതും കാശി അവളിലെ പിടിവിട്ടു. അപ്പോഴേക്ക് അവന്റെ കൈകളിൽ അവൾ നല്ലൊരു കടി കൊടുത്തിരുന്നു. നിലവിളിച്ചുകൊണ്ട് അവൻ കൈവലിച്ചു. ജാനുവിനെ തള്ളിമാറ്റാൻ നോക്കി. കാശി അവളെ ചുമരരികിലേക്ക് ചേർത്ത് കാതോരമായി മൊഴിഞ്ഞു. നമ്മുടെ അല്ലിക്ക് വേണ്ട ഒരു കൂട്ട്. കാശി ഒറ്റപ്പുരികം കൊണ്ട് നോക്കി അവളെ. ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ കാശിയെ നോക്കി. കാശിയെ തള്ളിമാറ്റി അവൾ മുറിയുടെ ജനലരികിലേക്ക് പോയി ചേർന്ന് നിന്നു. കാശി അവളുടെ അരികിൽ ചെന്ന് നിന്നു. ആ മുഖം കൈകളിൽ കോരിയെടുത്തവൻ. ആ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കാശി അവളുടെ മുഖം കൈക്കൊമ്പിലെടുത്തു. ഇനിയും നിനക്ക് മതിയായില്ലേ? എന്തിനാണ് ഈ പിണക്കം? വർഷം 3 നമ്മളിങ്ങനെ. ഗർഭകാലത്ത് പോലും നീ എന്നെ അരികിൽ പോലും അടുപ്പിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ചലനങ്ങളോ തുടിപ്പോന്നും ഞാൻ അറിഞ്ഞില്ല. ഇനിയും നിനക്കെന്നെ ശിക്ഷിച്ച് മതിയായില്ലേ? ഇനി എന്നെ തോൽപ്പിക്കാനാണോ? എപ്പോഴും നീ ഒന്ന് ഓർക്കണം, നിനക്ക് മകളെന്ന് പറയാൻ അല്ലിയുണ്ട്. പുറമേ നോക്കുന്നവർക്ക് എന്ത്? കാശിനാഥന് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. ഭാര്യ കളക്ടറാണ്, കാശിനാഥൻ പോലീസും. സന്തുഷ്ട കുടുംബം. സത്യം തന്നാ കാശിന്ന് അനാഥനാ, ആരും ഇല്ലാത്തവനാ. അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ പോയി. സ്നേഹിച്ചവരെന്നും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. അന്നും ഇന്നും കാശി ഒറ്റക്കാ. കൂട്ടിന് നാ ഭ്രാന്ത് പോലും ഇല്ല, അതും പോയി. നിനക്ക് വേണ്ടി മാത്രാ ഞാൻ ഈ പോലീസ് കുപ്പായ എടുത്തണിഞ്ഞ്. അത്രമേൽ ആഗ്രഹത്തോടും വാശിയോടെയും കാശിനാഥ് ഒന്നേ നേടിയിട്ടുള്ളൂ, അത് ഇത് മാത്രമാ. ഹാങ്ങറിൽ തൂക്കിയിട്ട കാക്കി കുപ്പായത്തെ ചൂണ്ടി പറഞ്ഞവൻ. എന്നാ അന്നത് എനിക്ക് അന്യായിരുന്നു, ഇന്നത് കൈപ്പിടിയിലുണ്ട്. എന്നാൽ സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബജീവിതം, അത് കാശിനാഥൻ അന്യം, അനാഥൻ. മുഖമടച്ചൊരടിയായിരുന്നു കാശി കിട്ടിയത്. അവനത് പ്രതീക്ഷിച്ചതിനാൽ ഒരമ്പരപ്പും ഉണ്ടായില്ല. പിന്നെ ഞാനാരടോ? നമ്മുടെ മോള് പിന്നെ തനിക്കുള്ളതല്ലേ? തൻ്റെ മകളല്ലേ അല്ലി? ഒരനാഥം വന്നിരിക്കുന്നു. എന്താ തനിക്ക് ഞാനും മോളും പോരെ? ഞങ്ങൾക്ക് പിന്നെ എന്തിനാടോ? മനസ്സിലെ ദേഷ്യവും വിഷമം കൊണ്ടാ തന്നോട് പിണങ്ങി നടന്ന്. ഒരിക്കലും എനിക്കതൊന്നും മറക്കാൻ സാധിക്കില്ല. ഒരുമിച്ച് വീണ്ടും ഒരു ജീവിതം അതും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു പെണ്ണും സഹിക്കില്ല.
അന്ന് ആ കാശിനാഥനിലെ ഭ്രാന്തിന് അത്രത്തോളം മൂർച്ചയുണ്ടായിരുന്നു. എല്ലാം സഹിച്ച് ജീവിക്കാൻ എനിക്ക് ആവില്ലായിരുന്നു. അതാ പഠിച്ചത്, ഈ നിലയിലെത്തിയത്. അലി കൂടി വന്നവിടെ സന്തോഷം ഇരട്ടിച്ചിട്ടേ ഉള്ളൂ. അന്ന് അകറ്റി നിർത്തിയ മനഃപൂർവ്വ അത്ര കണ്ട് അനുഭവിക്കട്ടെ എന്ന് വെച്ചു. മനസ്സിൽ കാശിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോയതും ചികിത്സിപ്പിച്ചു. ഒരുപാട് അനുഭവിച്ചു ഞാൻ. നിങ്ങളുടെ അപ്പച്ചിയും മകളും കാരണം പ്രതികരിക്കാതെ ഇരുന്നതാ. അവസാനം എൻ്റെ കുഞ്ഞിൻ്റെ മേലെ കൈവന്ന് തടഞ്ഞു. ഇറക്കി ഞാനവിടുന്ന് അതുങ്ങളെ രണ്ടിനെയും. അച്ഛനും അമ്മയും മരിച്ചേരെ സ്വൈര്യം തന്നിട്ടില്ല രണ്ടും എനിക്ക്. വേറൊരു അടുക്കളക്കാരിക്ക് സമായിരുന്നു ഞാനിവിടെ. അന്നൊന്നും കാശിനാൻ ഇതൊന്നും അറിയണ്ടല്ലോ. അനുഭവിച്ച ഞാൻ ഒറ്റയ്ക്കല്ലേ. അവൻ അവളെ ചേർത്ത് നിർത്തി. ആ മാറിൽ അവൾ അവളുടെ സങ്കടങ്ങൾ പെയ്തൊഴിച്ചു. അവന്റെ കൈകളുടെ മുറുക്കം കൂടി വന്നു. അവൾ പകപ്പോടെ അവനെ നോക്കി. അവനൊന്നുകൂടി അവളോട് ചേർന്നു. ചെറുചാറ്റൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. അപ്പോൾ ഇരുവരും പതിയെ താഴേക്ക് കിടന്നു. ആ രാവിൽ ഇരുവരും ഒന്നായി. അവന്റെ പ്രണയച്ചൂടിൽ അവൾ അലിഞ്ഞു ചേർന്നു. അവന്റെ മാറിലെ രോമക്കാടുകളിൽ തലചായ്ച്ച് അവൾ അന്നുറങ്ങി. എന്നത്തേക്കാളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും. കാശി മുറിയിലേക്ക് കടന്നു വന്നു. തൊപ്പി തലയിൽ നിന്ന് ഊരി ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ച് മുടിയൊന്ന് കോതിയൊതുക്കി. പെട്ടെന്നായിരുന്നു കണ്ണിലൊരു പേപ്പറും കാർഡും കണ്ടത്. അവനത് കയ്യിലേക്ക് എടുത്തു നോക്കി. അതിൽ തെളിഞ്ഞ 2 വരികൾ കാണെ സന്തോഷം കൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായതേയില്ല. പേപ്പർ എടുത്ത് അതിലെ വരികൾ അവൻ സസൂക്ഷ്മം വായിച്ചു. യു ആർ ഗോയിങ് ടു ബി എ ഡാഡ്. ആ പേപ്പർ അവന്റെ കയ്യിൽ കിടന്ന് വിറച്ചു. അപ്പോഴേക്കും വാതിൽ തുറന്നൊരു കപ്പ് കോഫിയുമായി ജാനു മുറിയിലേക്ക് വന്നു. കാശി ഓടിച്ചെന്ന് കപ്പ് വാങ്ങി ടേബിളിൽ വെച്ചു. എന്നിട്ട് അവളെ പൊക്കിയെടുത്ത് വായുവിൽ കറക്കി. ജാനു കാശിയുടെ തോളിൽ അമർത്തി പിടിച്ചു. കാശി താഴെ ഇറക്ക്, എനിക്ക് തലയിറങ്ങും. കാശി ഉടനെ അവളെ താഴെ ഇറക്കി. അവനറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇത് പ്രകടിപ്പിക്കേണ്ടതെന്ന്. ജാനകി ഒരുതരം നിർവികാരതയോടെ നിന്നു. ജാനകിയുടെ മുഖം കൈക്കൊമ്പിലെടുത്ത് കണ്ണിലേക്ക് നോക്കി കാശി പറഞ്ഞു. അവളത് കേട്ടപ്പോൾ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. കണ്ണുകൾ തമ്മിൽ കൊരുത്തു. അവൾ അവനിൽ നിന്ന് അകന്നു മാറാൻ ഒരുങ്ങിയതും അവൻ അവിടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർത്തു പിടിച്ചു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ അവനെ നോക്കി. ആ കണ്ണിലെ കാന്തിക വലയത്തിൽ ഒരു വേള ജാനു അകപ്പെട്ടുപോയി. അവൻ അവളെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. അവളുടെ നനവാർന്ന അധരങ്ങളിലേക്ക് ഒരു വേള അവന്റെ മിഴികളെത്തി നിന്നു. പതിയെ അവന്റെ മുഖം താഴ്ന്ന് അവളിലേക്ക് അടുത്തു. കാശിയുടെ ശ്വാസോച്ഛ്വാസങ്ങൾ അവളുടെ നെറ്റിയിലും മൂക്കിലുമെല്ലാം തട്ടിത്തടഞ്ഞ് അവളുടെ ചുടികളിലെ തേൻ നുകരാൻ അവന്റെ ഉള്ളം തുടിച്ചു. അറിയാതെ തന്നെ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. ഒരൽപ്പം ചാഞ്ഞ് ജാനുവിനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ അധരങ്ങളിൽ അവന്റെ ചുണ്ട് ചേർത്തു. പതിയെ അവയെ നുകരാനായി തുടങ്ങി. അവളുടെ കൈകൾ അവന്റെ പിൻകഴുത്തിലും മുടിയിലും മാറി മാറി സഞ്ചരിച്ചു. ഇരുവരുടെയും അധരങ്ങളും നാവുകളും മാറി മാറി പരസ്പരം ഇണചേർന്നു. ഉമിനീരിൽ ചോരയുടെ കലർപ്പ് നിറഞ്ഞപ്പോഴും ഇരുവരും ആവേശം ഒട്ടും കുറയാതെ തന്നെ അവർ പരസ്പരം തേൻ നുകർന്നു. ശ്വാസോച്ഛ്വാസം ഇരുവർക്കുമിടയിൽ ഒരു വില്ലനായപ്പോൾ മനസ്സിലാ മനസ്സോടെ അവരവരുടെ ഇണയെ മോചിപ്പിച്ചു. ജാനു ഒന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് നടന്നു. കാപ്പിക്കപ്പെടുത്ത് കൂടെ കാശിയും നടന്നു. ഓരോ സിപ്പായി നുകർന്നുകൊണ്ട് ബാൽക്കണിയിലെ റെയിലിങ്ങിൽ അവൾ തൻ്റെ കൈകൾ താങ്ങി നിന്നു. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ട്. കണ്ണിൽ നിന്നും ധാരയായി കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. എന്തിനെന്നില്ലാതെ കാശി അവളുടെ പുറകിലായി നിന്നു. കാശി അവളുടെ മുഖം പിടിച്ച് തിരിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഒന്നും മിണ്ടാതെ മൗനമായി അവർ നിന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കാശി പറഞ്ഞു തുടങ്ങി. മാപ്പ് പറയാൻ ഞാൻ അർഹനല്ല ജാനു. എന്നാലും നിന്റെ സ്ഥാനം ഇപ്പം എൻ്റെ ഹൃദയത്തിലാണ്. സ്ത്രീകളോടുള്ള എൻ്റെ കാഴ്ചപ്പാടെ നീ മാറ്റിമറിച്ചു. നീയായിരുന്നു ശരി. അല്ല, നീയാണ് ശരി. കളങ്കമില്ലാത്ത ശുദ്ധമായ മനസ്സാണ് നിൻ്റേത്. ഇനിയും നീ ഉയരത്തിലേക്ക് തന്നെ പറക്കും. നിന്റെ ചിറകരിഞ്ഞ് വീഴ്ത്താൻ മുതിരുന്ന ഏതൊരാളെയും ഈ കാശി നശിപ്പിച്ചിരിക്കും. നിന്നോട് ചെയ്തിട്ടുള്ള പ്രായശ്ചിത്തമായിട്ടാണെങ്കിൽ അങ്ങനെ. പക്ഷേ നീ പെണ്ണിലെ പ്രണയമാണ്. ഹോസ്പിറ്റലിലെ വരാന്തയിലെ ചെയറിലിരിക്കുമ്പോൾ കാശിക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന പോലെ തോന്നി. മണിക്കൂർ ഒന്നായി ജാനുവിനെ അകത്ത് കയറ്റിയിട്ട്. ഈ നേരം വരെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. ലക്ഷ്മി അമ്മയുടെ കയ്യിൽ കിടന്ന് കരഞ്ഞു കരഞ്ഞ് അല്ലിമോൾ ഉറങ്ങിപ്പോയിരിക്കുന്നു. ഇത്രയും നേരം ജാനുവിനെ കാണാതെ അമ്മ കുഞ്ഞാവ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ICUവിൻ്റെ വാതിൽ തുറന്നു. തുണിക്കെട്ടിൽ പൊതിഞ്ഞൊരു മാലാക കുഞ്ഞിനെ നഴ്സ് കൊണ്ടുവന്നു. കാശി അവർക്കരികിലേക്ക് ചുവടുകൾ വെച്ചു. കൈനീട്ടി കുഞ്ഞിനെ വാങ്ങി നെറുകിലായി മുത്തം നൽകി. അച്ഛൻ്റെ ആദ്യ ചുംബനം. കണ്ണുകളടച്ച് ചുരുണ്ടുകൂടി ആ കുഞ്ഞത് ഏറ്റുവാങ്ങി. കാശിയുടെ കണ്ണിൽ നിന്ന് 2 നീർമുത്തുകൾ താഴേക്ക് പതിച്ചു. ആൺകുഞ്ഞാ. കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന കാശിയോടായി അവർ പറഞ്ഞു. ജാനു, കുഴപ്പമൊന്നുമില്ല, മയക്കത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും. അമ്മിഞ്ഞപ്പാൽ കുടിച്ച് ചുണ്ടുകൊണ്ട് ഞൊട്ടി നുണയുന്ന കുഞ്ഞിനെ നോക്കിയിരുന്നു കാശി. അല്ലി കുഞ്ഞിനരികിലിരുന്ന് അവൻ്റെ വയറിൽ ഇക്കിളിയിട്ട് കളിപ്പിക്കുകയാണ്. കാശി മെല്ലെ കുനിഞ്ഞ് ജാനുവിൻ്റെ നെറ്റിയിലൊന്ന് മുത്തി. കണ്ണുകളടച്ച് അവളത് ഏറ്റുവാങ്ങി.
അവന്റെ വിരിമാറിൽ തലയാഴ്ച കിടക്കുമ്പോൾ ഇരുവരും പഴയ കാലത്തിലേക്ക് പോയി. കാശിക്ക് ഓർമ്മയില്ലാത്ത ജാനുവിന്റെ യാതന കഥയും ജാനു അറിയാത്ത കാശിയുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങളും. കടുത്ത നിശബ്ദതയ്ക്ക് ശേഷം കാശി തന്നെ പറഞ്ഞു തുടങ്ങി അവന്റെ കോളേജ് ലൈഫ്. കോളേജിൽ വെച്ച് പരിചയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു ലക്കി എന്ന ലോകേഷ്, അജു എന്ന അർജുൻ, ലച്ചു എന്ന ലക്ഷ്മി. ഞങ്ങൾ 4 ആൺകുട്ടികളും അവളൊരു പെൺകുട്ടി മാത്രമുള്ളതാണ് ഞങ്ങളുടെ ഗ്യാങ്. ഡിഗ്രിക്ക് ബാംഗ്ലൂരിൽ തന്നെ പഠിക്കണമെന്ന് എൻ്റെ വാശിയായിരുന്നു. പഠിക്കുന്നതുകൊണ്ട് തന്നെ കോളേജിൽ വേഗം സീറ്റ് കിട്ടി. ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാതായതോടെയാണ് ഞങ്ങളവിടെ ഒരു വീടെടുത്ത് താമസമാക്കിയത്. വീട് കിട്ടിയപ്പോൾ ലച്ചു ഞങ്ങളുടെ കൂടെ താമസമാക്കി. അതിനെ ചൊല്ലി കോളേജിൽ ചെറിയ വഴക്കുണ്ടായിരുന്നു. പലരും പറഞ്ഞു 4 കൂടി അവളെ വെച്ച് പൊറപ്പിക്കില്ലെന്ന് വരെ. എന്നിട്ട് ഞങ്ങളാരും അതിനെതിരെ പ്രതികരിച്ചില്ല. ആയിടക്കാണ് അവൾക്ക് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്ന്. ആരാണെന്ന് മാത്രമേ അവൾ പറഞ്ഞില്ല. അന്ന് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, എൻ്റെ രഹസ്യ പ്രണയം. അത് കേൾക്കെ ജാനു ചുണ്ടുകുറിപ്പിച്ച് കാശിയെ നോക്കി. അവനവളുടെ ചുണ്ടിലായി ഒന്ന് തട്ടി. അവൻ്റെ നെഞ്ചിലായി അവളൊന്ന് നുള്ളി. എരിവ് വലിച്ചുകൊണ്ട് അവൻ അവളെ കണ്ണുകുറിപ്പിച്ച് നോക്കി. ബാക്കി പറയാനെന്നോണം അവൾ അവനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. ദിവസവും ഞാൻ അമ്പലത്തിൽ പോയി. അവിടെ വെച്ച് ഞാനൊരു പാവാടക്കാരിയെ കണ്ടു. അമ്പലത്തിൽ ആൽത്തറയിൽ വയ്ക്കുന്ന മുത്തശ്ശിയോട് കിന്നാരം പറഞ്ഞവളെ. അന്ന് അവിടെ ആ മുഖൻ്റെ നെഞ്ചിലാണ് പതിഞ്ഞത്. ഇന്ന് അവൾ എൻ്റെ നേർപ്പാതിയായി മാറി. മനസ്സിലായോ നിനക്ക് ആളെ? ചോദിച്ചുകൊണ്ട് അവൻ ജാനുവിൻ്റെ മൂക്കിന് മുമ്പിൽ പിടിച്ച് വലിച്ചു. ജാനു ഞെട്ടിക്കൊണ്ട് കാശിയെ നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. അത്ഭുതത്തോടെ നോക്കുന്നവളെ നോക്കി അവൻ കണ്ണു ചിമ്മി കാണിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ പറ്റിയ ഒരു ചെറിയ ആക്സിഡൻറ്റ്. അതാണ് കാശിനാഥൻ്റെ മാറ്റങ്ങൾ കാരണം. അന്ന് അവരാരും എൻ്റെ കൂടെയില്ലായിരുന്നു. ചോരവാർ നടുറൂട്ടി കിടക്കുമ്പോൾ എനിക്ക് ബോധമേ ഇല്ലായിരുന്നു. ആരൊക്കെ എന്നെ വന്ന് രക്ഷിച്ച് ഹോസ്പിറ്റലിലാക്കി. പിന്നെ ഓരോരുത്തരായിട്ട് അറിഞ്ഞു വന്നു. അച്ഛനോട് അമ്മയോടൊന്നും പറഞ്ഞില്ല. തലക്കേറ്റ മുറിവായിരുന്നു പ്രശ്നം. ഇടയ്ക്ക് കാശി മാറും, പിന്നെ ഭ്രാന്തമായ പോലത്തെ അവസ്ഥയാവും. അതാണ് നിന്നെ മനസ്സിലായിട്ടും ഞാൻ കല്യാണത്തിന് മുതിരാഞ്ഞത്. ലച്ചുവിനെല്ലാം അറിയായിരുന്നു. അതുകൊണ്ട് അവളാണ് നിന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച്. സങ്കടമായിരുന്നു നിന്നെ വിവാഹം ചെയ്യുന്ന ഓർത്ത്. ആരും കേട്ടില്ല. നിന്നെ ഓർത്ത് നീറാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം നീ എൻ്റെ പ്രണയമാണ്. നമ്മുടെ പ്രണയത്തിൻ്റെ സമ്മാനങ്ങളാണിവർ. പറഞ്ഞുകൊണ്ട് കാശി മക്കളെ നോക്കി. കേശു എന്ന കേശൂട്ടനും അല്ലി എന്ന അലങ്കൃതയും അപ്പോൾ മയക്കത്തിലായിരുന്നു. ഇനി പറ, എനിക്കറിയണം. എൻ്റെ ഓർമ്മകൾ പൂർണ്ണമായി എന്നെ വിട്ടു പോയപ്പോൾ നടന്നതൊക്കെ. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവനെ നോക്കി പറയാൻ തുടങ്ങി. അന്ന് കാശി നൽകിയ പേപ്പർ സിവിൽ സർവീസിനുള്ളതായിരുന്നു. ജാനുവിൻ്റെ കഠിനമായ പ്രവർത്തന മൂല്യം അവൾ പഠിച്ച് പാസ്സായി. റിസൾട്ട് വരാൻ മാസങ്ങൾ നിൽക്കെയാണ് ജാനു പ്രഗ്നൻ്റ് ആയത്. കാശിക്കത് സന്തോഷമായിരുന്നു. പക്ഷേ ജാനു അവൾക്കൊരു നിർവികാരത മാത്രമായിരുന്നു. ഒരു ദിവസം കാശിയും അച്ഛനും അമ്മയും പുറത്തു പോയപ്പോൾ ബൈപ്പാസ് റോഡിൽ വെച്ച് പുറകിൽ നിന്നൊരു വാഹനം ഇടിച്ച് അവരുടെ വാഹനത്തെ. അച്ഛനും അമ്മയും അവിടെ നിന്ന് തന്നെ മരിച്ചു. കാശി 1 മാസത്തോളം ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അതോടെ ജാനു ആകെ തകർന്ന മട്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സുഗന്ധിയുടെ ഭരണമായിരുന്നു അവിടെ. തരം കിട്ടുമ്പോഴൊക്കെ ജാനുവിനെ ഇരുവരും ഉപദ്രവിക്കുമായിരുന്നു. 1 മാസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം വന്ന കാശിക്ക് ഓർമ്മകൾ പാടെ നഷ്ടപ്പെട്ടിരുന്നു. ഈ തക്കം മുതലെടുത്ത് സുഗന്ധി ഗൗരിയുടെയും കാശിയുടെയും വിവാഹം നടത്താൻ ഒരു ശ്രമം നടത്തി. അതിനിടയിൽ ജാനകി വെറും ഒരു വേലക്കാരിയായി മാറി അവിടെ. അതിനു മുന്നേ ജാനകിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം സുഗന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ അത് മാത്രം ജാനകി സഹിച്ചില്ല. ഇറക്കി വിട്ട് രണ്ടിനെയും. കാശിയെ വയനാട്ടിലുള്ള ഒരു സ്വാമിയുടെ ചികിത്സാലയത്തിലാക്കിയവൾ. പിന്നീട് അങ്ങോട്ട് പോരാട്ടമായിരുന്നു. ജോലി കിട്ടിയതോടെ അതിന് പോകാൻ തുടങ്ങി ജാനു. ഓർമ്മകൾ തിരിച്ചു കിട്ടിയ കാശി വരുമ്പോൾ ജാനു നിറവരമായി നിൽക്കുകയായിരുന്നു. അടുത്ത മാസത്തിൽ തന്നെ അവൾ അലിക്ക് ജന്മം നൽകി. എങ്കിലും കാശിയോട് അവൾ ഒരകലം പാലിച്ച് പോകുന്നു. ഓർമ്മകളിൽ നിന്ന് ഇരുവരും പുറത്തേക്ക് വന്നു. കടലിലേക്ക് നോക്കി ഇരുവരും ആ മരവിഞ്ചിലിരുന്നു. കണ്ണുകൾ തമ്മിൽ പ്രണയപൂർവ്വം കൊരുത്തു. കാശി അവൾക്കൊരു ചുംബനം നൽകി. ആത്മാവിനെ തൊട്ടുണർത്തുന്ന ചുംബനം. വരൂ പ്രിയേ, നമുക്കിവിടെ ഇരിക്കാം, പ്രണയിക്കാം, ഒരൊറ്റ ആത്മാവായി മാറാം.